ഏവർക്കും നമസ്കാരം. ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച ചിങ്ങമാസം ആരംഭിക്കുന്നു. അന്നേ ദിനം കൊല്ലവർഷം 1201 ആണ്ട് തുടങ്ങുന്നു. തുടർന്ന് 2026 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയും നീളുന്ന ഈ പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ കാരണസഹിതം വിശകലനം ചെയ്യുന്നത്. ഇടവക്കൂർ, കാർത്തിക മുക്കാൽ, രോഹിണി, മകൈരം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത്. ഇടവക്കൂറുകാർക്ക് ഈ പുതുവർഷം നിരവധി നേട്ടങ്ങൾ വന്നെത്തുന്ന ഒരു വർഷമാകും. കുടുംബജീവിതത്തിലും തൊഴിൽ മേഖലയിലും സാമൂഹിക രംഗത്തും എല്ലാം ഈ കൂറുകാർ മുന്നേറ്റം നടത്തുന്ന വർഷമാകും ഇത്. അതിനുള്ള കാരണങ്ങൾ കൂടി കേൾക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ആധികാരികതയും വിശ്വാസ്യതയും എല്ലാം വരുന്നത്. സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ ഈ വർഷത്തിൽ ഏറിയ കൂറും സഞ്ചരിക്കുന്നു. 2-ാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആണ്. 2-ാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു. വ്യാഴം 2-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളെ നൽകുന്നു. എങ്കിലും അതിൽ എടുത്തു പറയേണ്ട മേഖല സാമ്പത്തിക മേഖലയാണ്. കാരണം ധനഭാവമായ 2-ൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു. തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി, പുരോഗതി എന്നിവ ഉണ്ടാകുന്നു. സാമ്പത്തികമായ പ്രതിസന്ധികൾ, കടങ്ങൾ എന്നിവ ഒഴിയാനുള്ള മാർഗങ്ങൾ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും. വരുമാന വർധനവ്, കർമ്മരംഗത്ത് ഏറെ പുഷ്ടി എന്നിവ അനുഭവത്തിൽ വരും. ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും. വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും. ഒന്നിലധികം വരുമാന മാർഗവും വ്യാഴം 2-ൽ കൂടി സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ ഉണ്ടാകാം. അത് ചിലപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങൾ, അതുമല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ ജോലി, അതുമല്ലെങ്കിൽ ഓഹരി വിപണി, ചിട്ടി, ലോട്ടറി എന്നിവയിൽ കൂടിയെല്ലാം ആകാം. 2-ാം ഭാവം എന്നത് വാക്സ്ഥാനം കൂടിയാകയാൽ ഈ കാലയളവിൽ വ്യാഴം വാഗ്വിലാസവും നൽകും. അതായത് അധ്യാപനം, അഭിഭാഷക വൃത്തി, സാഹിത്യം എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നുചേരും. കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം, സുഖം, സമാധാനം, ആരോഗ്യം എന്നിവയും വ്യാഴം 2-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. കർമ്മരംഗത്തും അംഗീകാരം, പ്രമോഷൻ എന്നിവ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. കൂടാതെ വ്യാഴം എന്നത് ഇടവക്കൂറുകാരുടെ അഷ്ടമാധിപനും 11-ാം ഭാവാധിപനുമാകുന്നു. ആരോഗ്യം, ആയുസ്, ശരീരപുഷ്ടി, ഓജസ് എന്നിവയെല്ലാം കുറിക്കുന്ന അഷ്ടമഭാവം അഥവാ 8-ാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ശരീരസുഖം, ആരോഗ്യം, മനസ്സുഖം എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ധനാഗമത്തിൻ്റെ ഭാവം എന്നുകൂടി അറിയപ്പെടുന്ന 11-ാം ഭാവാധിപത്യവും വ്യാഴം വഹിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ ഉയർച്ച, നേട്ടം, നിക്ഷേപ വർധനവ് എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ്. ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിലും ഈ കൂറുകാർക്ക് ഈ സമയം ഏറെ അനുകൂലവും അനുയോജ്യവും ആകും. ശനീശ്വരനും ഇടവക്കൂറുകാർക്ക് ഈ വർഷം വളരെയധികം ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന വർഷമാകും. കാരണം ശനി ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനം എന്നും ധനാഗമങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ കൂടിയാകും ഈ വർഷം മുഴുവനായും സഞ്ചരിക്കുക. രാജയോഗപ്രദമായ നേട്ടങ്ങൾ നൽകുന്ന കാലമാകും ശനി 11-ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുക. പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിയും. എന്ന് മാത്രമല്ല സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയും 11-ാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. ശനിയുടെ പ്രതികൂലാവസ്ഥയിൽ ഇവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സംരംഭങ്ങൾ, ഉദ്യമങ്ങൾ എന്നിവയ്ക്കെല്ലാം പുതുജീവൻ വയ്ക്കുകയും അവ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. കൂടാതെ ഇവർ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ, പ്രവർത്തികൾ എന്നിവയെല്ലാം ഈ സമയത്ത് സഫലമാകും. ശാരീരികമായും മാനസികമായുമെല്ലാം സൗഖ്യം ഇവർക്ക് വന്നുചേരും. കുടുംബത്തിലും കർമ്മമേഖലയിലുമെല്ലാം ശോഭനമായ കാലമായിരിക്കും ഇത്. ബിസിനസ്സിലേറെ പുരോഗതി, ലാഭം എന്നിവ ഇവർക്ക് വന്നുചേരുന്നതാണ്. ഔദ്യോഗിക രംഗത്തും അംഗീകാരം, പ്രശംസ, സമൂഹത്തിൽ നല്ല പേര്, ജനസമ്മിതി എന്നിവ ശനി 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ്. കൂടാതെ ശനി എന്നത് ഇടവക്കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനുമാകുന്നു. ഭാഗ്യഭാവാധിപൻ സർവാഭീഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ കൂറുകാർക്ക് ഈശ്വരവിശ്വാസം വളരെയധികം ഈ കാലയളവിൽ വർദ്ധിക്കും. ആത്മീയമായ താൽപ്പര്യം, ഉന്നതി എന്നിവ ഉണ്ടാകും. തൽഫലമായി ഈശ്വരകടാക്ഷം, ഗുരുപുണ്യം, ഭാഗ്യം എന്നിവ ഇവരുടെ ഏത് പ്രവൃത്തിയിലും ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ശനി ഈ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലത്ത് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ഉണ്ടാകാം. ബിസിനസ്, ഓഹരി വിപണി, ഭൂമി ക്രയവിക്രയം എന്നിവയിലെല്ലാം ഇവർക്ക് വിജയം കൈവരിക്കാവുന്നതാണ്. സമസ്ത മേഖലയിലും ശനി ഇവർക്ക് യോഗഫലങ്ങളെ നൽകും. കൂടാതെ ഈ കൂറുകാരുടെ കർമ്മഭാവാധിപനും ശനിയാകയാൽ കർമ്മപുഷ്ടി, കർമ്മരംഗത്ത് വിജയം, അംഗീകാരം, പ്രശസ്തി, ഉന്നതി എന്നിവയെല്ലാം ഇവർക്ക് വന്നുചേരും. ഉദ്യോഗാർത്ഥികൾക്കും അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. രാഹു ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിൽ കൂടിയാകും ഈ വർഷം മുഴുവനായും സഞ്ചരിക്കുക.
10-ാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു. കൂടാതെ ഇടവക്കൂറുകാരുടെ 10-ാം ഭാവാധിപനായ ശനി ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായി 11-ാം ഭാവത്തിൽ ഈ വർഷം സഞ്ചരിക്കുകയും ചെയ്യും. തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണഫലദാതാവാകുന്നു. കാരണം രാഹു പ്രവേശിക്കുന്ന 10-ാം ഭാവാധിപനായ ശനി പ്രബലനാകുമ്പോൾ ആ ബലം രാഹുവിനും ലഭിക്കുന്നു. 10-ാം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത്. തൽഫലമായി കർമ്മപുഷ്ടി, തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി, കർമ്മഗുണം, നേട്ടങ്ങൾ, പ്രമോഷൻ, അതുവഴി ധനാഗമം, സാമ്പത്തികമായ നേട്ടങ്ങൾ, മേലധികാരികളുടെ പ്രീതി, പ്രശംസ, അംഗീകാരം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. വിദേശത്ത് ജോലി തേടുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാണ് ഇത്. കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഏറെ അനുകൂലമാകും. കൂടാതെ ഈ സമയത്ത് ബിസിനസ്, ഭൂമിക്രയ വിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അവ ധനാഗമത്തെ നൽകുകയും ചെയ്യും. അടുത്തതായി കേതു ഈ കൂറുകാർക്കുന്ന് നൽകുന്ന ഫലങ്ങൾ പരിശോധിക്കാം. കേതു ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലാകും ഈ വർഷം മുഴുവനായും സഞ്ചരിക്കുക. മാതാവ്, കുടുംബം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ 4-ാം ഭാവം കേതുവിൻ്റെ ഇഷ്ടഭാവം അല്ല. അതുകൊണ്ട് തന്നെ കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. 4-ാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ്, അസംതൃപ്തി, മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ, മാതാവ്, കുടുംബാംഗങ്ങൾ എന്നിവരുമായി ചില അഭിപ്രായ ഭിന്നതകൾ, അസ്വാരസ്യങ്ങൾ, അകൽച്ച എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം. എന്നാൽ കേതു ദോഷശാന്തിക്കായി ഈ കൂറുകാർ മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക. കൂടാതെ ചതുർത്ഥി തിഥിക്ക് ഗണപതി ഹോമം, കറുകമാല ചാർത്തൽ എന്നിവ വഴിപാടായി ഇവർ കഴിക്കുക. കൂടാതെ ആത്മീയ കാര്യങ്ങൾ, ഈശ്വരവിശ്വാസം, പ്രാർത്ഥന എന്നിവയിൽ കൂടുതൽ ഊന്നൽ നൽകിയുള്ള ജീവിത രീതി പുലർത്തുക. അപ്പോൾ പ്രധാനികളും ദൂരവ്യാപകമായ ഫലങ്ങളും നൽകുന്ന വ്യാഴം, ശനി, രാഹുകേതുക്കൾ എന്നീ ഗ്രഹങ്ങളിൽ 3 ഗ്രഹങ്ങൾ അഭീഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കയാൽ ഇടവക്കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ, സൗഭാഗ്യം, നേട്ടങ്ങൾ എന്നിവ ഈ പുതുവർഷത്തിൽ ഉണ്ടാകും. ജൂൺ 2-ാം തീയതി വരെയും വ്യാഴം സാമ്പത്തികമായ അഭിവൃദ്ധിയെ നൽകും. എന്നാൽ ജൂൺ 2-ാം തീയതി മുതൽ വ്യാഴം 3-ലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് വ്യാഴം നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു കുറവ് അനുഭവപ്പെടും. എന്നാൽ ശനി, രാഹു എന്നിവർക്ക് ഈ വർഷം രാശിമാറ്റം ഇല്ല എന്നതിനാൽ ഇവർക്ക് പൂർണ്ണമായും അനുകൂലരായി ഭവിക്കുന്നു. കേതു അനിഷ്ടനാണ് എങ്കിലും 3 ഗ്രഹങ്ങളുടെ അഭീഷ്ടസ്ഥിതിയാൽ കേതു നൽകുന്ന ദോഷങ്ങൾ ഇവരെ കാര്യമായി അലട്ടില്ല. എങ്കിലും കേതു ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ അഭികാമ്യമാകുമെന്ന് ഈ കൂറുകാർ അറിയുക. ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും പുതുവർഷാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.